ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും ഈ വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സച്ചി ഒരുങ്ങി നല്ല സൂപ്പറായിട്ട് രേവതിയുടെ അടുത്ത് വന്നിരുന്നു. ചടങ്ങുകളൊക്കെ അച്ചമ്മയും രവിയും ഒക്കെ നല്ല രീതിയിൽ അങ്ങ് നടത്തുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ആദിക്കുട്ടനും അമ്മയും കൂടി ഇങ്ങ് ഇറങ്ങി വരികയാണ്. ഇവരെ കാണുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി ശരിക്കും പറഞ്ഞാൽ ഞെട്ടുന്നത്. താൻ ആരെയാണോ നാട്ടിലേക്ക് പാക്ക് ചെയ്ത് വിട്ടത് ആ ടീം കറക്റ്റായിട്ട് അതും താൻ വന്നു കയറാൻ പോകുന്ന വീട്ടിൽ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ശ്രുതിക്ക് ശരിക്കും ടെൻഷനായിട്ടോ. ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണോന്ന് അറിയാതെ അങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ആദ്യമാണെങ്കിലോ ശ്രുതിയെ ചേച്ചിയെന്ന് വിളിക്കുകയാണ്. അപ്പൊ വിമലയ്ക്ക് പിടികിട്ടി ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ നാട്ടിലുള്ള ആരുമായിട്ടും വിമലയോടും അതുപോലെ തന്നെ ആദ്യയോടും ഒക്കെ ഉള്ള ശ്രുതിയുടെ ബന്ധം അത് വെളിപ്പെടുത്തരുതെന്ന് ശ്രുതി നേരത്തെ താക്കീത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു വെളിച്ചത്തിൽ നമ്മുടെ വിമലയാണെങ്കിൽ പറഞ്ഞു, ആ മോനെ അത് ചേച്ചിയാണ്, അതും ഒരു ചേച്ചിയാണ്. അതുപോലെ ദാ നോക്ക് മോന്റെ രേവതി ചേച്ചി നിൽക്കുന്നുണ്ട്. പിന്നെ ദേ അപ്പുറത്ത് രേവതി ചേച്ചിയുടെ അനിയത്തി ദേവു ചേച്ചി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുവിധം വിമല ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് നിർത്തുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി ചോദിച്ചു, എടി നിനക്ക് ഇവനെ വല്ല പരിചയമുണ്ടോ, അല്ല നിനക്ക് ഇവരെ അറിയാവുന്നതൊക്കെ ചോദിക്കുമ്പം അതൊരു ചെറിയ പയ്യനല്ലേ, അവൻ ആള് മാറിപ്പോയതായിരിക്കും. ഇപ്പതാ അവന്റെ മുത്തശ്ശി പറഞ്ഞല്ലോ പരിചയമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ചേച്ചിയെന്ന് വിളിച്ചതാണെന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി എന്ന് പറയുന്ന പൊട്ടനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചു. പിന്നീടാണെങ്കിലോ സച്ചിക്കും രേവതിക്കും ഒക്കെ ഇവരുടെ ഈ ഒരു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ കണ്ണ് വെട്ടിച്ച് ശ്രുതിയാണെങ്കിലോ വിമലയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തുദ്ദേശത്തിന്റെ പുറത്താണ്, അതും ഞാൻ കല്യാണം കഴിച്ച് വരാൻ പോകുന്ന ഈ വീട്ടിലേക്ക് തന്നെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ മനഃപൂർവ്വം വന്നതല്ല, ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് രേവതിയാണ്. രേവതിയുടെ കാര്യമാണ് ഞാൻ അന്ന് നിന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചിയും രേവതിയും ഒക്കെ ഇവരുടെ വീട്ടിൽ വന്നതും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഇവള് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും ഇനി അവരെങ്ങാനും എൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണോ എന്നോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കുകയും അതുപോലെ എന്നെ ഫ്രോഡ് എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞ് ഇവളിങ്ങനെ ആലോചനയായി. അപ്പം ഇനി ഞങ്ങൾ എന്താ മോളെ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയിക്കോണമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വിമലയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ദാ വിമല ഭക്ഷണമൊക്കെ കഴിച്ചു കുഞ്ഞിനെയും കൂട്ടി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു, എനിക്ക് പാർലറിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങുകയെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ പോയതിന് പിന്നാലെ ശ്രുതി ചെന്ന് നമ്മുടെ വിമലയെ ബസ് കയറ്റി വിടാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു മാനേജർ ഉണ്ടല്ലോ, ഇച്ചിരി ഒരു ഞരമ്പ് രോഗി, പുള്ളിക്കാരൻ നമ്മുടെ ശ്രുതിയെ ഫോളോ ചെയ്യാണ്. ശ്രുതിയും വിമലയും അതുപോലെ ആദിക്കുട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ ഒരു സംശയം തോന്നി. ഇത് ശ്രുതിയുടെ അമ്മയാണ് എന്നുള്ള കാര്യവും പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ ആശാനാണെങ്കിൽ നമ്മുടെ വിമല കയറി പോകുന്ന ബസ്സിൽ ഇടം പിടിച്ചു. വിമല ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങുന്നത് ആ സ്റ്റോപ്പ് ലക്ഷ്യമാക്കി പുള്ളിക്കാരൻ അതിലേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ എല്ലാവരും വന്നു, ഫംഗ്ഷനൊക്കെ നല്ല രീതിയിലൊക്കെ നടന്നല്ലോ. അങ്ങനെ നമ്മുടെ ദേവുവും അതുപോലെ ലക്ഷ്മി അമ്മയും ഒക്കെ വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ, എൻ്റെ ശ്രുതി മോളെ നിന്റെ ഭർത്താവ് അപമാനിച്ചല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ നിന്റെ ഭർത്താവും നീയും ഒക്കെ കുറച്ച് അനുഭവിക്കണമെന്നുള്ള രീതിയിൽ നമ്മുടെ രേവതിയായിട്ട് കഷ്ടപ്പെടുത്താൻ തുടങ്ങുകയാണ്. രേവതിയോട് പറഞ്ഞു, ഈ വീട്ടിലെ കണ്ട പൂക്കാരും അതുപോലെ തന്നെ കണ്ട അലപലാദികളും ഒക്കെ കയറി ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഈ വീട് നല്ല വെട്ടിത്തിളങ്ങണം, നല്ല പളപളാന്ന് മിന്നണം, ഈ തിണ്ണയൊക്കെ നന്നായിട്ട് തുടക്കെന്നും പറഞ്ഞ് അവളെ കൊണ്ട് പെടാപ്പാട് വെടിയിപ്പിക്കുകയാണ്. അപ്പം സച്ചി ഇതൊക്കെ കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കിനും സച്ചി രേവതിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, ദേ ഇപ്പം പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ നിന്നെ വിവാഹം കഴിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്ന അത്രയും കാലവും ദേ നീ ആരുടെയോ അടിമയല്ല. എന്തേലുമൊക്കെ കാര്യങ്ങൾ നിനക്ക് എൻ്റെ അമ്മയോട് പറയാനുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അപ്പം രേവതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അമ്മ പറഞ്ഞു അങ്ങനെയൊക്കെ, അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇനി ഒരു വഴക്കിനും പോവരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കയ്യിലൊക്കെ പിടിച്ച് സച്ചിയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഈ സമയത്താണെങ്കിലോ ചന്ദ്രമതി അവിടെ മുഴുവനും ക്ലീനായി ഒന്ന് നോക്കി നടക്കുകയാണ്. രേവതി അവിടെയൊക്കെ തുടച്ചൊക്കെ ഇട്ടിരിക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്ര നടക്കുന്ന സമയത്ത് കാല് തെന്നി ചന്ദ്ര നടുവും തല്ലി താഴെ വീഴുന്നു.
പിന്നീടാണെങ്കിൽ ചന്ദ്രയുടെ ആ ഒരു നിലവിളി ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ മുത്തശ്ശിയും രവിയും അതുപോലെ ശ്രീകാന്തും സുധിയും ഒക്കെ കൂടി ഓടി വന്നു. ഒരുവിധം ചന്ദ്രയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഇവൾ ഒറ്റൊരുത്തിയാടാ എന്നെ ഇങ്ങനെ വീഴ്ത്തിയത്, ഇവളോടെ ഞാൻ ഇവിടെയൊക്കെ അടിച്ചു തുടക്കാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ് ഇവൾ എന്നെ ഇങ്ങനെ വീഴ്ത്തുന്ന രീതിയിൽ പണിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അല്ല ചന്ദ്രേ, നിന്നോട് ഈ ത്രിസന്ധ്യ സമയത്ത് ആരാ പറഞ്ഞത് ഇവിടെയൊക്കെ തുടച്ചിടാനായിട്ട് പറയാൻ, അതും രേവതിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ മുത്തശ്ശിയുടെ ഈ ഒരു ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചന്ദ്ര മനഃപൂർവ്വം തൻ്റെ വീട്ടുകാരെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള കാര്യം അത് രേവതി മിണ്ടാതെ നിന്നെങ്കിലും സച്ചി ഇതൊന്നും കേട്ടിട്ട് അടങ്ങിയില്ല. സച്ചി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവളുടെ വീട്ടുകാര് ഇവിടെ വന്നതും ഫംഗ്ഷന് പങ്കെടുത്തതും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് വലിയ മോശമായിട്ട് തോന്നി, അതുകൊണ്ട് അമ്മ രേവതിയെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിപ്പിച്ചതാണെങ്കിൽ നീ ഇത് അനുഭവിക്കേണ്ടതാണെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ചന്ദ്രയെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ രവിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ കൂടി വേദന കൊണ്ട് പുളയുന്ന നമ്മുടെ ചന്ദ്രമതിയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി പ്ലാസ്റ്ററൊക്കെ ഇട്ട് ആളെയും കൊണ്ട് മടങ്ങി വരികയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ പുറകെ പോയ ആ ഒരു മാനേജർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഈ അമ്മ എവിടെയാണ് ഇറങ്ങുന്നതെന്നും അമ്മയും അതുപോലെ ശ്രുതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യവും തിരിച്ചറിയാണ്. പിന്നീട് അയാൾ നേരെ വന്ന് നമ്മുടെ ശ്രുതിയെ കാണുന്നൊക്കെയുണ്ട്. ശ്രുതിയെ കണ്ട് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേ, നീ എൻ്റെ ആഗ്രഹത്തിനൊത്ത് നീ നടന്നില്ലെങ്കിൽ നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ആദ്യ ബന്ധത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഇനിവിടെ എല്ലാവരോടും പറയും, നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും കൂടി പറയൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവളെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ധർമ്മസങ്കടത്തിൽ പെടുകയാണ്. ഇനി എന്ത് ചെയ്യും? തൻ്റെയും ശ്രുതിയുടെയും കല്യാണത്തിന് അധിക ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പം തനിക്ക് എങ്ങനെയെങ്കിലും തൻ്റെ ആഗ്രഹം പോലെ തന്നെ ശ്രുതിയുടെ ഭാര്യയായി മാറണം. പക്ഷേ ഈ മാനേജറെ ഒതുക്കാതെ ഒരു രക്ഷയില്ലല്ലോ. അയാളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നോക്കിയിട്ടും അയാളാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരവസ്ഥയിലുമാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ കുഴങ്ങി നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയും അതുപോലെ നമ്മുടെ സുധിയും ഒക്കെ കൂടി കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ടീമുകളൊക്കെ കൂടി ആ ഒരു അമ്പലത്തിലെത്തുക കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പൊ പെണ്ണ് വരണമല്ലോ, പെണ്ണ് വന്നെങ്കിലല്ലേ കല്യാണം നടക്കുകയുള്ളൂ. ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിലും ചെറിയൊരു കുറുമ്പൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ദേവുവിനോട് ചെന്നിട്ട് പറയാണ്, അതെ ദേവു, മിക്കവാറും ശ്രുതി വരാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഇവനെ പോലെ തന്നെ അവളും ഒരു പെരുങ്കള്ളിയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് പഠിപ്പൊക്കെ മുടക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനും നിന്റെ ചേച്ചിയും തമ്മിലുള്ള കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ ദേ മോളെ ഏട്ടൻ കൊണ്ടുപോയി കോളേജിൽ വിട്ടോളാം, മോളിങ്ങ് പോരെന്ന് പറഞ്ഞു. അപ്പോഴാണ് രേവതിയും പറഞ്ഞത്, അല്ല കല്യാണം നടക്കില്ലേ? എടി കല്യാണം നടന്നില്ലെങ്കിൽ സമയത്ത് പെണ്ണ് വന്നില്ലെങ്കിൽ ഇനി അച്ഛനും അച്ഛമ്മയും കൂടി അന്ന് എന്നോട് കാണിച്ചതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ ഞാൻ പിന്നെ നല്ലവനാണല്ലോ. അതുപോലെയല്ല സുധിയുടെ കാര്യം, നിന്റെ അനിയത്തിയുടെ ജീവിതം കട്ടപ്പുകയാകും. ഇപ്പം ഇവിടെ കല്യാണ പ്രായത്തിൽ നിൽക്കുന്നത് നിന്റെ അനിയത്തി മാത്രമാണെന്നും പറഞ്ഞ് ദേവുവിനെയും കൂട്ടി നമ്മുടെ സച്ചി അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. എന്തായാലും വരാനിരിക്കുന്നത് നല്ല സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ തന്നെയാണ്. സച്ചി നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന ആ ഒരു ദിവസങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്